ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ലാത്ത, അയാളെക്കുറിച്ച് അറിയുക പോലും ചെയ്യാത്ത ആയിരങ്ങളാണ് കണ്ണാടിക്കലിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയത്. കഴിഞ്ഞ 3 മാസത്തോളമായി തങ്ങളുടെ കൂടപ്പിറപ്പായി, മകനായി, കൂട്ടുകാരനായി മാറിയ അർജുൻ എന്ന കോഴിക്കോട്ടുകാരന് വേണ്ടി ഇന്ന് കണ്ണീരണിഞ്ഞത് കേരളമാകെയാണ്. കഴിഞ്ഞ 75 ദിവസമായി അയാളുടെ മടങ്ങിവരവനായി കാത്തിരുന്നവരാണ് നമ്മൾ. പക്ഷേ ഇത്തരത്തിലൊരു മടങ്ങിവരവായിരുന്നില്ല നാം ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. വിധിയെ തടുക്കാനാവില്ലല്ലോ. ചേതനയേറ്റ് താൻ കളിച്ചു വളർന്ന മുറ്റത്തേക്ക് അയാൾ അവസാനമായി എത്തി. നൊന്തുപറ്റ അമ്മക്കും വളർത്തി വലുതാക്കിയ അച്ഛനും നല്ല പാതിയായ ഭാര്യയ്ക്കും ജീവനായ കുഞ്ഞിനും കൂട്ടായ കൂടപ്പിറപ്പുകൾക്കും അർജുൻ എന്നും മനസ്സിൻ്റെ മാറാത്ത വിങ്ങലായിരിക്കും. കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് പുലർച്ചെ മുതൽ ഒഴുകിയെത്തിയ ആയിരങ്ങളുടെ മനസ്സിലും അയാൾ കെടാത്ത കനലായി തുടരും. മലയാളിക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവാത്ത പേരായി അർജുൻ ഇനിയെന്നും ഉണ്ടാകും. ജൂലൈ 16-നാണ് കർണാടകയിലെ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവറായ അർജുനെ കാണാതായത്. രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ലോറിക്കൊപ്പം അർജുനും കാണാമറയത്തേക്ക് നീങ്ങുകയായിരുന്നു. ആദ്യം ഇഴഞ്ഞും പിന്നീട് കുതിച്ചു നീങ്ങിയ രക്ഷാപ്രവർത്തനം. ഇടയ്ക്കിടെ തിമിർത്തു പെയ്ത മഴയും കുത്തിയൊഴുകുന്ന ഗംഗാവാലിയും വെല്ലുവിളി തീർത്തപ്പോഴും തോൽക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. നമ്മൾ അർജുനെ തേടിക്കൊണ്ടേയിരുന്നു. മനാഫ് എന്ന ലോറി ഉടമ മനുഷ്യൻ എന്താകണമെന്ന് ലോകത്തോട് കാണിച്ചു തന്ന നിമിഷങ്ങൾ. ഒരു ജനപ്രതിനിധി ആരാകണമെന്ന് കാണിച്ചു തന്ന കോഴിക്കോടിൻ്റെ MP MK രാഘവനെ പോലുള്ളവർ. ആരായിരിക്കണം ജനങ്ങളുടെ നേതാവ് എന്ന് കാണിച്ചു തന്ന കർണാടകയിലെ സതീഷ് കൃഷ്ണസെയിൽ MLA. ജീവൻ പോലും വകവെക്കാതെ ആഴങ്ങളിലേക്ക് ചാടിയ ഈശ്വർ മാൽപേ. കൂടെ നിന്ന കേരള സർക്കാർ. കോടികൾ ചിലവഴിച്ച കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ, ഇന്ത്യൻ നാവികസേന, കർണാടക പോലീസ്. മനുഷ്യനെന്ന പദത്തെ കൂടുതൽ പരിചയപ്പെടുത്തിയവർ ഏറെയാണ്. മഴ തീർത്ത വെല്ലുവിളികൾക്കൊടുവിൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ അടക്കം എത്തിച്ച് 72-ാം ദിവസമാണ് അർജുൻ്റെ ലോറി ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ക്യാബിനിൽ ചേതനയേറ്റ് അർജുനുമുണ്ടായിരുന്നു. മലയാളികൾ ഒന്നാകെ കരഞ്ഞ ദിവസം. മനാഫ് എന്ന മനുഷ്യൻ അർജുനെ കണ്ട് വിതുമ്പിയപ്പോൾ കണ്ണു നിറയാത്തവർ ഉണ്ടാവില്ല. സൗഹൃദത്തിൻ്റെയും കരുതലിൻ്റെയും പാഠം കൂടി ചൊല്ലിത്തന്നാണ് അർജുൻ വിട പറയുന്നത്. നടപടിക്രമങ്ങൾക്കൊടുവിൽ 75-ാം നാൾ അർജുൻ തൻ്റെ ജന്മഗ്രാമമായ കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കലിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അവസാനമായി കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയിരിക്കുന്നു. അയാൾ ഈ ലോകത്ത് നിന്നും മടങ്ങിയിരിക്കുന്നു. 3 മാസങ്ങൾ മുമ്പ് വരെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രം പരിചിതനായിരുന്ന അർജുനെ അറിയാത്ത മലയാളി ഇപ്പോൾ ഉണ്ടാവില്ല. കണ്ണാടിക്കലിനെ ഉൾക്കൊള്ളാവുന്നതിലേറെ തിങ്ങി നിറഞ്ഞ മനുഷ്യർ അതിന് സാക്ഷിയാണ്. അർജുൻ, നിങ്ങൾ ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായി മാറിയിരിക്കുന്നു. താങ്കളുടെ കുടുംബത്തിനും കുഞ്ഞിനുമെല്ലാം ഈ സങ്കടപ്പുഴ നീന്തിക്കടക്കാനാവട്ടെ. വിട അർജുൻ.